നമസ്കാരം. ലോകത്തെ പിടിച്ചു കുലുക്കിയ കുറെ നുണ, അത് ഇന്ത്യയും പിടിച്ചു കുലുക്കിയിരുന്നു. 2021 ഭീമമായ ഒരു ജനനഷ്ടം, 21 ലക്ഷം പേരാണ് കുറെ നുണ മൂലം മരണപ്പെട്ടത്. എന്നാൽ കുറെ നുണ ശക്തി പ്രാപിച്ചിരുന്ന ഏറ്റവും ശക്തമായ അവസ്ഥയിൽ വന്നിട്ടുള്ള 2020 അതിൽ മരണസംഖ്യ കുറയേ ചെയ്തു. എന്നാൽ 21 ശേഷം 21 ഇത്ര അധികം മരണം സംഭവിച്ചു. അതിനുശേഷം ആ മരണനിരക്ക് കുറഞ്ഞു. ഇതിനെക്കുറിച്ച് കൃത്യമായ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വിവരങ്ങൾ കേട്ടാൽ പല ഞെട്ടലും നമുക്ക് സംഭവിക്കും. പക്ഷെ ഒരിക്കലും ഒന്നും ഞെട്ടാതെ ന്യായീകരിച്ച് നിൽക്കുന്ന ചിലരുണ്ട്. അവർ പുതിയ ഞെട്ടലുകൾ അല്ലെങ്കിൽ പുതിയ ഞെട്ടിക്കലുകൾ എങ്ങനെ ഈ സമൂഹത്തിന് ചെയ്യാം എന്ന ഗവേഷണത്തിലാണ്. അതുകൊണ്ട് തൽക്കാലം അവരെ നമുക്ക് മാറ്റി നിർത്താം. കാര്യം അനുഭവിക്കുന്നത് നമ്മളാണല്ലോ. അപ്പൊ 2021 ഇത്രയും ലക്ഷം ജനങ്ങൾ എങ്ങനെ കൊല്ലപ്പെട്ടു, ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി സംസാരിക്കുന്നില്ല. ആധികാരികമായി ഇത് സംസാരിക്കാൻ കഴിവുള്ള ശ്രീ സാമുൽ ജോർജ്, അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ വളരെ മനോഹരമായി അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഒരിക്കൽ കൂടി വെക്കുകയാണ്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. തിരിയുന്നവന് തിരിയും, അല്ലാത്തവന് നട്ടം തിരിയും. 2021 21 ലക്ഷത്തോളം അധിക മരണങ്ങൾ ഉണ്ടായി എന്ന് ഇന്നത്തെ ദ ഹിന്ദു പത്രത്തിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ദ ഹിന്ദു പത്രത്തിന് ഞാൻ എൻ്റെ ഒരു സല്യൂട്ട് നൽകുന്നു. കാരണം ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത അവർ പ്രസിദ്ധീകരിച്ചു. ദ ഹിന്ദു പത്രത്തിന് ഈ വാർത്ത കിട്ടിയത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പക്കൽ നിന്നാണ്. 2021 മരണജനന കണക്കുകൾ ഇപ്പോഴാണ് രജിസ്ട്രാർ പുറത്തുവിടുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ. ഈ കണക്കുടനെ വിടണ്ട, അവിടെ ഇരിക്കട്ടെ. ചിലപ്പോൾ പറഞ്ഞാണ്, കാരണം അതിന് കാരണമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്ക് അനുസരിച്ച് 2021 നമ്മുടെ രാജ്യത്ത് അധികമായിട്ട് മരിച്ചത് 26% ആൾക്കാരാണ്. 81 ലക്ഷം ആൾക്കാരായിരുന്നു 2020 മരിച്ചതെങ്കിൽ 2021 അത് 1,02,00,000 ഉയർന്നു. എന്തുകൊണ്ടാണ് ഇത്ര ഭീകരമായ ഒരു വർധനവ് 2021 ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സയൻസിന്റെ വിദഗ്ധർക്കും മറ്റും ഉത്തരം റെഡിയായിട്ട് കയ്യിലുണ്ട്. അവർ പറയും, നിങ്ങൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്, കൊറോണ വന്നതെന്ന് അറിഞ്ഞുകൂടെ? കൊറോണ അതാണ് കാരണം. കൊറോണ വന്നതുകൊണ്ടാണ് 2021 21 ലക്ഷം പേര് കൂടുതൽ മരിച്ചത്. പക്ഷേ ആ മറുപടി തെറ്റാണെന്ന് ഖേദപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. കൊറോണ മൂലമാണ് മരിച്ചതെങ്കിൽ 2021 അല്ല നമ്മുടെ രാജ്യത്ത് കൊറോണ ആദ്യമായിട്ട് വന്നത്. നമ്മുടെ രാജ്യത്ത് കൊറോണ ആദ്യമായിട്ട് വന്നത് 2020 നമ്മുടെ സംസ്ഥാനത്താണ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത്. എല്ലാം തുടങ്ങുന്നത് കേരളത്തിൽ നിന്നാണ്. 2020 ജനുവരിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പിന്നീട് നിങ്ങൾക്കറിയാം, അങ്ങോട്ട് ലോക്ക്ഡൗണുകളും കാര്യങ്ങളും, രാജ്യമെമ്പാടും കൊറോണ വ്യാപിച്ച് ജനങ്ങളെല്ലാവരും ഭയവിഹുലരായി വീടുകളിലിരിക്കുകയായിരുന്നു. അങ്ങനെ മഹാമാരി വന്ന് താണ്ഡവമാടിയ ആ വർഷം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് 81 ലക്ഷം പേര് മാത്രമാണ് മരിച്ചത്. അതായത് വാക്സിൻ ഇല്ലാതിരുന്ന വർഷമെന്ന് ഞാൻ എടുത്തു പറയും. കൊറോണ വന്നപ്പോൾ മെഡിക്കൽ സയൻസ് പറഞ്ഞു, ഇതിന് പരിഹാരം ഒന്നുമില്ല, ആകെയുള്ള പരിഹാരം വാക്സിനാണ്. അതിപ്പോൾ ഞങ്ങളുടെ കയ്യിലില്ല, ഉടനെ വരും, അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം എന്നവർ നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് 2020 ഉടനീളം വാക്സിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? ആൾക്കാർ പനി വന്നപ്പോൾ മറ്റ് ചികിത്സകൾ ചെയ്തു. സാധാരണ ചെയ്യുന്ന വീട്ടു ചികിത്സ, അതല്ലെങ്കിൽ ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, ആയുർവേദം, പ്രകൃതി ചികിത്സ, അങ്ങനെ ഇതര വൈദ്യശാസ്ത്ര ശാഖകളിലേക്ക് പോയി മരുന്ന് വാങ്ങിച്ചു കഴിച്ചു. അതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായില്ല. ആൾക്കാരൊക്കെ കൊറോണയെ നേരിട്ട് നിസ്സാരമായിട്ട് അതിജീവിച്ചു. ആ വർഷം കൊറോണ മൂലം നമ്മുടെ രാജ്യത്തൊട്ടാകെ 1,60,60,000 പേരാണ് മരിച്ചതെന്ന് രജിസ്ട്രാർ പറയും. ഈ കണക്കൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഇത് ഔദ്യോഗികമായിട്ട് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ തന്നെ പുറത്ത് വിട്ടിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ 1,60,60,000 പേരാണ് നമ്മുടെ രാജ്യത്തൊട്ടാകെ വാക്സിൻ ഇല്ലാതിരുന്ന വർഷം കൊറോണ മൂലം മരിച്ചത്. എന്നാൽ 2021 വരുമ്പോൾ നമ്മുടെ രാജ്യത്തൊട്ടാകെ, അതായത് വാക്സിൻ കൊടുത്ത വർഷം, വാക്സിൻ എന്നാണ് കൊടുത്തു തുടങ്ങി നിങ്ങൾക്ക് അറിയാമല്ലോ, 2021 ജനുവരി 16 അത് ആരംഭിച്ചത്. 2021 ജനുവരി 16 ആരംഭിച്ച് പിന്നീട് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും ഈ വാക്സിൻ
കൊടുത്ത് വരുന്ന സമയത്ത് ആ വർഷം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പറയുന്നു 4,13,000 പേര് കൊറോണ ബാധിച്ച് മരിച്ചു. എന്തിനു വേണ്ടിയാണ് വാക്സിൻ കൊടുത്തത്? 2 ലക്ഷ്യങ്ങൾ. ഒന്ന്, കൊറോണ വ്യാപനം തടയുക. തടഞ്ഞു. എങ്ങനെയാണ് തടഞ്ഞത്? 2020 സർക്കാർ കണക്കനുസരിച്ച് ടെസ്റ്റഡ് പോസിറ്റിവിറ്റി 1,05,00,000. 2021 അത് 3.25 കോടിയായിട്ട് കൂടി. ടെസ്റ്റഡ് പോസിറ്റിവിറ്റി 3 ഇരട്ടി വർദ്ധിച്ചു. രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? കൊറോണ മൂലമുള്ള മരണങ്ങൾ തടയുക. തടഞ്ഞു. ഒന്നാമത്തെ വർഷം ഞാൻ പറഞ്ഞല്ലോ 1,60,000 ആയിരുന്നു ഇന്ത്യ ഒട്ടാകെ വാക്സിൻ ഇല്ലായിരുന്ന സമയത്ത്. വാക്സിൻ കൊടുത്ത വർഷം അതും 2.5 ഇരട്ടിക്ക് മേൽ കൂടി 4,13,000 ആയി. അപ്പോൾ അങ്ങനെ 2 ലക്ഷങ്ങളും വാക്സിൻ നേടി. അതുകൂടാതെ വാക്സിൻ കൊടുത്ത വർഷം സംഭവിച്ച സംഭവമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഈ വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. അതായത് 21 ലക്ഷത്തോളം ആളുകൾ അധികമായിട്ട് മരിച്ചു. അപ്പോൾ ഈ അധിക മരണങ്ങൾ കൊറോണ മൂലം സംഭവിച്ചതാണ് എന്ന് ആരെങ്കിലും മനസ്സിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം ആദ്യം തരേണ്ടത് എന്തുകൊണ്ട് 2020 അത് ഉണ്ടായില്ല? 2020 എന്തുകൊണ്ടായിരുന്നു മരണങ്ങൾ കുറഞ്ഞത്? നമ്മുടെ കേരളത്തിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ 2020 2019 അതായത് കൊറോണ വന്ന 2020 വാക്സിൻ ഇല്ലാതിരുന്ന 2020 2019 29,000 മരണങ്ങൾ കുറവായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന 5 വർഷങ്ങളേക്കാൾ മഹാമാരി വന്ന വർഷം കേരളത്തിൽ മരണങ്ങൾ കുറവായിരുന്നു. അതെന്തൊരു അത്ഭുതമാണ്! കൊല്ലാക്കൊല ചെയ്യാനായിട്ട് മഹാമാരി വന്ന് താണ്ഡവം പാടുന്നു, മരണങ്ങൾ കുറയുന്നു. അപ്പൊ കൊറോണ മൂലമാണ് 2021 ഈ മരണങ്ങളൊക്കെ കൂടിയതെങ്കിൽ ഇതേ കൊറോണ തന്നെ 2020 എന്തുകൊണ്ടാണ് മരണങ്ങൾ കുറച്ചത് എന്നതിൻ്റെ ഉത്തരം കൊറോണ മൂലമാണെന്ന് പറയുന്നവർ നൽകണം. അപ്പോൾ കൊറോണ മൂലമല്ല 2021 ആൾക്കാർ അധികമായിട്ട് മരിച്ചത്. ഇന്ത്യക്കാരെ മൊത്തം ബാധിക്കത്തക്ക മറ്റെന്ത് സംഭവമാണ് ഉണ്ടായതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിയില്ല, കൊറോണ വാക്സിനേഷൻ ഒഴികെ. കൊറോണ മൂലമായിരുന്നുവെങ്കിൽ 2020 സമാനമായ രീതിയിൽ മരണം സംഭവിക്കണമായിരുന്നു. 2021 അത് തുടരുന്നു, യാതൊരു പ്രശ്നവുമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ 2020 മരണങ്ങൾ കുറവും വാക്സിൻ കൊടുത്ത് 2021 അത് കുത്തനെ കൂടുകയും ചെയ്തെങ്കിൽ കേരളത്തിൽ എത്രയാണ് കൂടിയത്? കേരളത്തിൽ 2019 2,64,000 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ കൊറോണ വന്ന വാക്സിൻ ഇല്ലാതിരുന്ന 2020 2,35,000 പേര് മാത്രമാണ് മരിച്ചത്. 29,000 ആൾക്കാർ കുറവ്. എന്നിട്ട് നമ്മൾ വാക്സിൻ കൊടുത്ത് 2021 വരുമ്പോൾ റോക്കറ്റ് പോലെ ഒരൊറ്റ കയറ്റമാണ് മേപ്പോട്ട്. 1 ലക്ഷത്തോളം അധിക മരണങ്ങൾ. 3,39,000 പേരാണ് 2021 കേരളത്തിൽ മരിച്ചത്. അപ്പോൾ നിങ്ങൾ പറയണം 2021 ഇത്രയേറെ മരണങ്ങൾ കൂടാൻ എന്താണ് കാരണം? കൊറോണ അല്ല എന്നുള്ളത് ഒരു സംശയമില്ലാതെ ഈ കണക്കുകൾ നമ്മളോട് പറയുകയാണ്. ചില ആൾക്കാർ പറയും, അത് മാഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഡെൽറ്റ വേരിയന്റ് ആയിരുന്നു 2021 ഇവിടെ കടന്ന് കളിച്ചത്. ഡെൽറ്റ വേരിയന്റ് ഭയങ്കര ഭീകരനാണ്, അതുകൊണ്ടാണ് ഇത്ര മരണങ്ങൾ കൂടിയത്. നിങ്ങൾ വൈറോളജി പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹത്തോട് ചോദിക്കാം, ഒരു വൈറസ് ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ അതിൻ്റെ കരുത്ത് അപ്പോഴാണോ കൂടുതൽ അതോ പിന്നീടാണോ എന്ന്. ഒരു വൈറസ് വരുമ്പോൾ അതിനുള്ള കരുത്ത് പിന്നീട് അതിൻ്റെ വേരിയന്റ് വരുമ്പോൾ താഴേക്കാണ് പോകുന്നത്. നമ്മൾ കൊറോണ സമയത്ത് കണ്ടത് ആദ്യം വന്ന വൈറസിന്റെ പവർ പിന്നീട് വരുന്നതിനില്ല എന്നും ഏറ്റവും ഒടുവിലത്തെ വേരിയന്റായിട്ട് ഇവർ തന്നെ പറഞ്ഞ ഒമിക്രോൺ വെറും ശരീരവേദന മാത്രമായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് വേരിയന്റ് ആണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. വേരിയന്റ് മൂലം താഴോട്ടേ മരണങ്ങൾ പോവുകയുള്ളൂ, പ്രശ്നങ്ങൾ താഴോട്ടേ പോവുകയുള്ളൂ. തുടക്കത്തിൽ വരുന്ന എബിലിറ്റി, തുടക്കത്തിൽ വരുന്ന കരുത്ത് ആ വൈറസിന് പിന്നീട് ഉണ്ടാകില്ല. അതിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതോടുകൂടി അതിൻ്റെ കരുത്ത് കുറഞ്ഞു വരും. അപ്പോൾ പിന്നെ 2021 21 ലക്ഷം പേരുടെ ജീവനെടുത്ത ആ കാരണം എന്താണ്? ഒരുപാട് പരീക്ഷണ മരുന്നുകൾ ആ സമയത്ത് രംഗത്തിറങ്ങിയിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വില്ലനാണ് റെംഡിസിവിർ എന്ന് പറയുന്ന മരുന്ന്. 2021 ജൂൺ ജൂലൈ മാസത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ അതുവരെ കൊറോണയ്ക്ക് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്ന ഏതാണ്ട് 6ഓളം മരുന്നുകൾ പൂർണ്ണമായിട്ടും നിരോധിച്ചു. അപകടമുണ്ടാക്കുന്നു എന്നതിൻ്റെ പേരിൽ ഫാർമസികൾ എക്സ്പെരിമെന്റൽ മരുന്നുകൾ ഉണ്ടാക്കി അങ്ങ് ഒഴുക്കുകയായിരുന്നു.
ആൾക്കാർ വാങ്ങിച്ചങ്ങ് ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ ഉപയോഗിച്ച് അത് മൂലമാണോ, ഇവരുടെ ചികിത്സ മൂലമാണോ, അതോ കൊടുത്ത വാക്സിൻ മൂലമാണോ എന്നൊക്കെയുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാർ തന്നെയാണ്. വേറെ ഒരു കാരണവും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. 2021 പ്രത്യേകിച്ച് എന്തെങ്കിലും വേറെ കാരണം വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചികഞ്ഞു നോക്കിയിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള സാധ്യതയുള്ള കാരണങ്ങൾ ഇത് മാത്രമാണ്. അപ്പോൾ ഇതാണോ ഇതല്ലയോ എന്ന് ഇവിടുത്തെ സർക്കാരും വാക്സിനെ, സുരക്ഷിതവും ഫലപ്രദവുമായ വാക്സിനെ പ്രൊമോട്ട് ചെയ്ത മെഡിക്കൽ സയൻസിന്റെ ആൾക്കാരും വിശദീകരിക്കണം. കാരണം നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ജനങ്ങളോട്. അത് നിങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. Different angles. Don't forget to subscribe and support this channel.